ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് AR. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏറെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു പ്ലേസാണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഖുതബ് മിനാറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്, നമ്മളവിടെ പോയതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ വിത്ത് ARൽ ഷെയർ ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനാവുള്ളൂ. അപ്പോൾ വലിയ വരി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിതാ ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബിൽഡിങ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഖുതബ് മിനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് ഖുതബ് മിനാർ. മാത്രവുമല്ല, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഒരു ബിൽഡിംഗ് ആണ് ഖുതബ് മിനാർ. ഇന്തോ ഇസ്ലാമിക ശില്പകലയ്ക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് നമ്മുടെ ഈ ഖുതബ് മിനാറിനെ കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ദില്ലിയിലാണ്. സൗത്ത് ദില്ലിയിൽ അല്ലെങ്കിൽ ദക്ഷിണ ദില്ലിയിൽ മെഹ്റോളിയിലാണ് ഈ ഒരു ഖുതബ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഖുതബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഖുതബ് മിനാറിന് എത്ര ഉയരമുണ്ടെന്നല്ലേ നിങ്ങളുടെ സംശയം? 75.5 മീറ്റർ, അതായത് 237.8 അടി ഉയരമുണ്ട്. മാത്രവുമല്ല, ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് 399 സ്റ്റെപ്സ് അല്ലെങ്കിൽ പടികളാണ് ഇതിലുള്ളത്. 399 5 നിലകളിലായുള്ള ഇതിൻ്റെ താഴെത്തട്ടിൻ്റെ വ്യാസം, അതായത് അതിൻ്റെ ചുറ്റുമുള്ള വ്യാസം 14.3 മീറ്ററും മുകളിലത്തെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. 1199 ദില്ലി സുൽത്താനായിരുന്ന ഖുതബുദ്ദീൻ ഐബക്കാണ് ഈ ഒരു മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. സുൽത്താൻ ഇൽത്തുമിഷ് 1229 മറ്റു 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറിയുടെ അടിമയായിരുന്ന ഖുതബുദ്ദീൻ ഈ ഒരു ഗോപുരം നിർമ്മിച്ചത്. ഇപ്പം നമുക്ക് ഗോപുരത്തിന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല. കാരണം 1980 വൈദ്യുത തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് ഇവിടെ മിനാറിന് മുകളിൽ നിന്നും ചാടി പലരും ജീവനൊടുക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ്, നമുക്കിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതിയില്ല. ഇപ്പം നമുക്ക് ഈ പരിസരവും ഇവിടെയുള്ള കാണുന്ന ഈ ശില്പകലയൊക്കെ കാണാനുള്ള ഇതേ നമുക്കിപ്പോൾ ഉള്ളൂ. ഖുതബ് മിനാർ മാത്രമല്ല, അലൈ ദർവാസയും ഇതിനോട് ചേർന്നിട്ട് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഖുതബ് മിനാറിൻ്റെ കൂടെ തന്നെ ഒരു ഇരുമ്പ് തൂണും നമുക്കിതിനോടുകൂടെ കാണാം. ഖുതബ് മിനാറിനൊപ്പമുണ്ടായിരുന്ന ഖുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്കുവശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈ ദർവാസ. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായിട്ട് ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അലൈ ദർവാസ. ആൻഡ് ഇതിനൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഉള്ള ആർക്കിടെക്റ്റിനൊക്കെ പറ്റുമെന്ന് തന്നെ വളരെയധികം സംശയമാണ്. കാരണം അത്രയും അന്നത്തെ കാലത്തൊന്നും അധികം ടെക്നോളജിയും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ സ്വന്തം കൈ വെച്ചിട്ടാണ് അവരിതെല്ലാം പണിതിരിക്കുന്നത് എന്ന് പറയുമ്പം ഇറ്റ്സ് അമേസിങ് ആൻഡ് അൺബിലീവബിൾ. 1311 ഖിൽജി ഇത് പണിതത് കേട്ടോ. മോസ്കിനൊപ്പം ഖിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലൈ മിനാർ പണി പൂർത്തിയായില്ല. ഇൽത്തുമിഷിൻ്റെ ഭരണകാലം 1210 മുതൽ 1236 വരെയായിരുന്നു. ഇൽത്തുമിഷിൻ്റെ മുഴുവൻ പേര് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ്. 1236 മെയ് 1 അദ്ദേഹം മരിച്ചു.
ഇതാണ് കുവത്തുൽ ഇസ്ലാം മസ്ജിദ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ഖുതുബ് മിനാർ വിവിധ ഭാഷകളിലെയും കാലഘട്ടത്തിലെയും കൊത്തുപണികൾ, അലങ്കരിച്ച ബാൽക്കണികൾ, ലിഖിതങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു മനോഹരമായ ഘടനയാണ്.